Hi everybody, welcome back to a new class. Today we are going to discuss the rest of the questions which we are discussing in the last class. പാർട്ട് 3 ആയിട്ട് സൈക്യാട്രിക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് മൂന്നാമത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ 25 ചോദ്യങ്ങൾ വീതം ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ 25 ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക. കാരണം ഞാൻ എടുക്കുന്ന ഈ ക്ലാസ്സുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ 50 ചോദ്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ 51ാമത്തെ ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. Which of the following is otherwise known as erotomania? A. Delusion of infidelity. B. Delusion of grandiosity. C. Delusion of love. D. Delusion of reference. അപ്പോൾ എറോട്ടോമാനിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഡെലൂഷൻ ഓഫ് ലവ് എന്നാണ്. അപ്പം മറ്റുള്ള ഡെലൂഷൻസ് എന്താണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരു പേര് അതിൻ്റെത് ഡെലൂഷണൽ ജലസി എന്നാണ്. അതായത് ഇറ്റ് ഈസ് എ സസ്പീഷൻ റിഗാർഡിങ് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് സ്പൗസ്. ഒരു സ്പൗസിനെ, ദമ്പതികളെ പരസ്പരം സംശയിക്കുന്ന ഒരു മാനസിക രോഗത്തിനെയാണ് നമ്മൾ ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി എന്താണ്? ഇറ്റ്സ് എ സെൻസ് ഓഫ് എക്സാജറേറ്റഡ് സെൽഫ് ഇമ്പോർട്ടൻസ് ഓഫ് എ പേഴ്സൺ റിഗാർഡിങ് ഹിസ് ഐഡൻറ്റിറ്റി ഓർ പവർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാൻഡിയോസിറ്റി. ഞാൻ ഒരു വലിയ ആളാണ്, ഞാനൊരു വലിയ വ്യക്തിയാണെന്നുള്ള ചിന്തയ്ക്കാണ് നമ്മൾ ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്നത്. 4ാമത്തെ ഡെലൂഷൻ ഓഫ് റെഫറൻസ്. എന്താണ് റെഫറൻസ്? അതായത് മറ്റുള്ളവർ എന്നെ പറ്റിയാണ് സംസാരിക്കുന്നത്, മറ്റുള്ളവർ എന്നെ കുറ്റം പറയുന്നു, മറ്റുള്ളവരുടെ ആക്ഷൻസ് എല്ലാം എന്നെ ഉന്നം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള രീതിയിലൊക്കെ രോഗി പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡെലൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഉത്തരം ഡെലൂഷൻ ഓഫ് ലവ്. രണ്ടാമത്തത് 52ാമത്തെ ചോദ്യം. ക്ലയൻസ് ബിലീവ് ദാറ്റ് എ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ഹാസ് സ്പെഷ്യൽ മീനിങ് ഫോർ ഹിം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് ഒരു രോഗി വിചാരിക്കുകയാണ് ഈ ന്യൂസ് ബ്രോഡ്കാസ്റ്റിൽ എന്നെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു ചിന്ത ആ രോഗിക്ക് വന്നാൽ അതെന്താണ്? എ. അബ്സ്ട്രാക്ട് തിങ്കിങ്. ബി. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്. സി. ഐഡിയാസ് ഓഫ് റെഫറൻസ്. ഡി. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ, തോട്ട് ഏലിയനേഷൻ ഫിനോമിന. അതിൽ വരുന്ന ആണ് തോട്ട് ഇൻസേർഷൻ, തോട്ട് വിഡ്രോവൽ ആൻഡ് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം നമ്മളുടെ ചിന്തകൾ മറ്റുള്ളവർക്ക് മാധ്യമങ്ങൾ വഴി അറിയാൻ സാധിക്കുക എന്നുള്ള ഒരവസ്ഥയ്ക്കാണ് നമ്മൾ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതേസമയം അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് യൂസിങ് പ്രോവേർബ്സ് ഓർ മെറ്റാഫേഴ്സ്. അങ്ങനെ ആലങ്കാരികമായിട്ടും അതുപോലെയുള്ള ഉപമകളൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നതിനാണ് നമ്മൾ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത്. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്താണ്? ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഷിഫ്റ്റ് ഫ്രം വൺ ഐഡിയ ടു അനദർ ഐഡിയ ബട്ട് ദ ഐഡിയാസ് ഹാവ് എ ലോജിക്കൽ കണക്ഷൻ. അതായത് റാപ്പിഡായിട്ട് ഒരു ഐഡിയയിൽ നിന്ന് മറ്റേ ഐഡിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഐഡിയകൾ തമ്മിലൊരു ലോജിക്കൽ കണക്ഷൻ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, മാനിയ രോഗികളിലാണ് ഇത് കണ്ടുവരുന്നത്. അടുത്തത് ഐഡിയാസ് ഓഫ് റെഫറൻസ്. ഐഡിയ ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് റെഫറൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഐഡിയ ഓഫ് റെഫറൻസ് എന്നാൽ ഡെലൂഷണൽ ലെവലിൽ അത്രയധികം സ്ട്രോങ് ആയിരിക്കില്ല, ഫോൾസ് ഫിക്സഡ് ബിലീഫ് ആയിരിക്കില്ല. ഇറ്റ് ഈസ് സംവാട്ട് ഷെയ്ക്കബിൾ. കുറച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷെയ്ക്കബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഐഡിയ ഓഫ് റെഫറൻസ്. പക്ഷേ അത് രണ്ടിലും രോഗി വിശ്വസിക്കുന്നത് രോഗിയെ ആരോ കുറ്റം പറയുന്നു, മറ്റുള്ളവർ എന്നെപ്പറ്റി കുറ്റം പറയുന്നു എന്നുള്ള രീതിയിൽ രോഗി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഐഡിയ ഓഫ് റെഫറൻസ് ആണ്. അടുത്ത ചോദ്യം. എ പേഷ്യൻ്റ് ഈസ് പെർസിസ്റ്റിംഗ് വിത്ത് ദ സെയിം റെസ്പോൺസ് ഈവൻ ആഫ്റ്റർ അനദർ ക്വസ്റ്റ്യൻ ഈസ് ബീങ് ആസ്ക്ഡ്. അതായത് പെർസിസ്റ്റിംഗ് ഓൺ ടു ദ സെയിം റെസ്പോൺസ് ഈവൻ ആഫ്റ്റർ അനദർ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേരെന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ പേര് പറയുന്നു, വീണ്ടും നാട് എവിടെയാണെന്ന് ചോദിച്ചാൽ വീണ്ടും അയാളുടെ പേര് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങൾക്കെല്ലാം അത് പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് എന്താണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നിയോലോജിസം, എക്കോലാലിയ, വെർബിജറേഷൻ, പെർസീവറേഷൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയത്തിന് യാതൊരു വഴിയില്ല. ഇറ്റ് ഈസ് പെർസീവറേഷൻ. അപ്പം പെർസീവറേഷൻ്റെ PERS ആൻഡ് പെർസിസ്റ്റിംഗ് രണ്ടും PERS. സോ പെർസീവറേഷൻ ഈസ് പെർസിസ്റ്റൻ്റ് റെസ്പോൺസ്. അങ്ങനെ പഠിച്ചാൽ മതി.
Perseveration is persistent response to the previous stimuli even after a new stimuli is introduced. Persistent response to the previous stimuli even after a new stimulus is introduced. അടുത്തത് അതിൽ വരുന്ന ആദ്യത്തെ വാക്ക് എ ഓപ്ഷൻ നിയോലോജിസമാണ്. അത് നിങ്ങൾക്കറിയാം, കോയിനിങ് ഓഫ് ന്യൂ വേർഡ്സ്. എക്കോലാലിയ എന്താണെന്ന് നിങ്ങൾക്കറിയാം, റെപ്പിറ്റേഷൻ, സൈക്കോപതോളജിക്കൽ റെപ്പിറ്റേഷൻ ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ് ഓഫ് വൺ പേഴ്സൺ ബൈ അനദർ. വെർബിജറേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, സെൻസ്ലെസ് റെപ്പിറ്റേഷൻ. ഇതെല്ലാം നമ്മൾ വരും ചോദ്യങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സെൻസ്ലെസ് റെപ്പിറ്റേഷൻ ഓഫ് സം വേർഡ്സ് ഓർ ഫ്രേസസ്. 54ാമത്തെ ചോദ്യം, ദ ക്ലയൻറ്റ് ഹൂ ബിലീവ്സ് എവരി വൺ ഈസ് ഔട്ട് ടു ഗെറ്റ് ഹിം ഈസ് എക്സ്പീരിയൻസിങ് ആൻ. എ ക്ലയൻറ്റ് ഹൂ ബിലീവ്സ് എവരി വൺ ഈസ് ഔട്ട് ടു ഗെറ്റ് ഹിം. ഒരാൾ വിചാരിക്കുകയാണ് എല്ലാവരും എനിക്കെതിരെയാണ്, എന്നെ പിടിക്കാൻ നടക്കുകയാണ്, എന്നെ ഉപദ്രവിക്കാൻ നടക്കുകയാണെന്നുള്ള രീതിയിൽ ഒരാൾ ചിന്തിക്കുകയാണ്. അതെന്താണ്? എ ഡെലൂഷൻ, ബി ഹാലൂസിനേഷൻ, സി ഐഡിയ ഓഫ് റെഫറൻസ്, ഡി ലൂസ് അസോസിയേഷൻ. ആക്ച്വലി ഇതൊരു ഡെലൂഷനാണ്, ഐഡിയ അല്ല, ഐഡിയ ഓഫ് റെഫറൻസ് അല്ല. കാരണം ആ ക്ലയൻറ്റ് ബിലീവ് ചെയ്യുന്നുണ്ട്. സോ ഡെലൂഷൻ എന്നാണ് അതിൻ്റെ ഉത്തരം. ഡെലൂഷൻ ആണ് അതിൻ്റെ ഉത്തരം. അതിൽ ബാക്കിയുള്ളത് ഹാലൂസിനേഷൻ. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാലൂസിനേഷൻ. എന്താണ് ഹാലൂസിനേഷൻ? ഇറ്റ് ഈസ് പെർസെപ്ഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് സം സ്റ്റിമുലൈ. പെർസെപ്ഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ റിയൽ എക്സ്റ്റേണൽ സെൻസറി സ്റ്റിമുലൈ. അതിനെയാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഐഡിയ ഓഫ് റെഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ലൂസണിങ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഷിഫ്റ്റ് ഫ്രം വൺ ഐഡിയ ടു അനദർ ഐഡിയ ബട്ട് ദ ഐഡിയാസ് ഡു നോട്ട് ഹാവ് എനി ലോജിക്കൽ കണക്ഷൻ. നമ്മൾ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസിൽ പറഞ്ഞു ഐഡിയാസ് ഹാവ് എ ലോജിക്കൽ കണക്ഷൻ. ഇവിടെ ഐഡിയാസ് ഡു നോട്ട് ഹാവ് എനി ലോജിക്കൽ കണക്ഷൻ. അടുത്ത ചോദ്യം, കോ എക്സിസ്റ്റൻസ് ഓഫ് ടു ഓപ്പോസിംഗ് ഇമ്പൾസസ് ടുവേർഡ്സ് ദ സെയിം തിങ് ഇൻ ദ സെയിം പേഴ്സൺ അറ്റ് ദ സെയിം ടൈം. കോ എക്സിസ്റ്റൻസ് ഓഫ് ടു ഓപ്പോസിംഗ് ഇമ്പൾസസ്. അത് ഒരേ സമയം ഒരാളിൽ ഓപ്പോസിംഗ് ആയിട്ടുള്ള ഇമ്പൾസസ് ഒരേ കാര്യത്തിന് വേണ്ടി ഒരേ സമയത്ത് നിലകൊള്ളുക എന്നുള്ളതിനെയാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? പെർസീവറേഷൻ, വെർബിജറേഷൻ, ആംബിവാലൻസ്, ഓട്ടോമാറ്റിസം. സോ ഇതിൻ്റെ ഉത്തരം ആംബിവാലൻസ് ആണ്. ആംബിവാലൻസ് ആണ് ഇതിൻ്റെ ഉത്തരം. അതായത് ഓപ്ഷൻ സി, ആംബിവാലൻസ് ആണ് ഇതിൻ്റെ ഉത്തരം. അപ്പം പെർസീവറേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെർസിസ്റ്റിംഗ് റെസ്പോൺസ് ടു ദ പ്രീവിയസ് സ്റ്റിമുലൈ ഈവൻ ആഫ്റ്റർ എ ന്യൂ സ്റ്റിമുലസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. വെർബിജറേഷൻ എന്താണെന്ന് പറഞ്ഞു. ആംബിവാലൻസ് എന്താണെന്ന് നമുക്കറിയാം. ഓട്ടോമാറ്റിസം എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് എനി ക്വസ്റ്റ്യനിങ് ഒബെയ്സ് എനി കമാൻഡ്. അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിസം എന്ന് പറയുന്നത്. അടുത്തത്, ഫിക്സഡ് പാറ്റേൺ ഓഫ് പർപ്പസ്ലെസ് മോട്ടോർ ഓർ വെർബൽ ബിഹേവിയർ വിച്ച് ഈസ് വോളണ്ടറി ഈസ് കോൾഡ് എ അക്കൈനീസിയ, ബി മാനറിസം, സി സ്റ്റീരിയോടൈപ്പി, ഡി ടിക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണിത്, സ്റ്റീരിയോടൈപ്പി. എന്താണ് സ്റ്റീരിയോടൈപ്പി? സ്റ്റീരിയോടൈപ്പി എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റ് പർപ്പസ്ലെസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു വെർബൽ അല്ലെങ്കിൽ മോട്ടോർ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ഇൻവോളണ്ടറി ആയിട്ട് ചെയ്യുന്നതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പേഷ്യൻറ്റിന് അതിന് ഉത്തരമില്ല. അതിനെയാണ് നമ്മൾ സ്റ്റീരിയോടൈപ്പി എന്ന് പറയുന്നത്. എ ഫിക്സഡ് പാറ്റേൺ ഓഫ് പർപ്പസ്ലെസ് മോട്ടോർ വെർബൽ ബിഹേവിയർ വിച്ച് ഈസ് വോളണ്ടറി. അപ്പോൾ അക്കൈനീസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനീസിയ മീൻസ് കൈനറ്റിക് മീൻസ് മൂവ്മെൻറ്റ്. സോ അക്കൈനീസിയ മീൻസ് ലാക്ക് ഓഫ് മൂവ്മെൻറ്റ്. ദെൻ മാനറിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗോൾ ഡയറക്റ്റഡ് മൂവ്മെൻറ്റ് യുണീക്ക് ടു എ പേഴ്സൺ. ഒരാൾക്ക് യുണീക്കായിട്ടുള്ള എന്നാൽ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ അയാളെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റിനാണ് നമ്മൾ മാനറിസം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ടിക്ക്, 4ാമത്തെ ഓപ്ഷൻ ടിക്ക്. ടിക്ക് എന്താണ്? ഇറ്റ്സ് എൻ അബ്നോർമൽ, ഇൻവോളണ്ടറി ആൻഡ് സ്പാസ്മോഡിക് മൂവ്മെൻറ്റ്. സ്പാസ്മോഡിക് മൂവ്മെൻ്റ് ആണ് ടിക്ക്. അബ്നോർമൽ, ഇൻവോളണ്ടറി ആൻഡ് സ്പാസ്മോഡിക് ടിക്ക് മൂവ്മെൻ്റ് ആണ് ടിക്ക്. ടിക്ക് 2 ടൈപ്പ് ഉണ്ട്. വോക്കൽ, ഒരു വെർബൽ ടിക്ക് ഉണ്ട്, അതുപോലെ തന്നെ മോട്ടോർ ടിക്ക് ഉണ്ട്. അപ്പം വോക്കൽ ടിക്ക് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നമ്മൾ ത്രോട്ട് ക്ലിയറിങ് എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കില്ലേ നമ്മൾ, ചില ആളുകൾ ത്രോട്ട് ക്ലിയർ ചെയ്യും സംസാരിക്കുമ്പോൾ. അതുപോലെ തന്നെ മോട്ടോർ ടിക്കിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെ ഷ്രഗിങ് ഓഫ് ഷോൾഡർ, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐ ബ്ലിങ്കിങ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മോട്ടോർ ടിക്കിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതാണ് ടിക്ക് എന്ന് പറഞ്ഞാൽ. അടുത്തത് എന്താണ്? 57ാമത്തെ ചോദ്യം, ഫ്ലോ ഓഫ് തോട്ട് ഇൻ വിച്ച് ഐഡിയാസ് ഷിഫ്റ്റ് ഫ്രം വൺ സബ്ജക്റ്റ് ടു അനദർ ഇൻ എ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് വേ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു ഉത്തരമാണത് അല്ലേ. വൺ ഫ്ലോ ഓഫ് തോട്ട് ഇൻ വിച്ച് ഐഡിയാസ് ഷിഫ്റ്റ് ഫ്രം വൺ സബ്ജക്റ്റ് ടു അനദർ സബ്ജക്റ്റ് ഇൻ എ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് വേ. ദർ ഇസ് നോ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് ഐഡിയാസ്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, ലൂസനിങ് ഓഫ് അസോസിയേഷൻ, ക്ലാങ് അസോസിയേഷൻ, ടാൻജൻഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ഉത്തരം ലൂസനിങ് ഓഫ് അസോസിയേഷൻ ആണ്.
അപ്പം ദർ ഇസ് നോ ലോജിക്കൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ലൂസണിങ് ഓഫ് അസോസിയേഷനും ദർ ഈസ് സം ലോജിക്കൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസുമാണ്. ക്ലാങ് അസോസിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വേർഡ്സ് സിമിലർ ഇൻ സൗണ്ട് ബട്ട് നോട്ട് ഇൻ മീനിങ്. സോ ദ പേഴ്സൺ യൂസസ് വേർഡ്സ് ലൈക്ക് മങ്കി, പിങ്കി, പോങ്കി. സോ ഫോർ പ്ലേഫുൾ ടൈപ്പ് ഓഫ് യൂസിങ് വേർഡ്സ് സിമിലർ ഇൻ സൗണ്ട്. ടാൻജൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ the patient will deviate away from the topic and never come back to the original topic. അടുത്തത് നമ്മൾ ഡെലൂഷൻ, 88ാമത്തെ ചോദ്യമാണ്. ഡെലൂഷൻ ദാറ്റ് തോട്ട്സ് ആർ ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ എ പേഴ്സൺസ് മൈൻഡ് ബൈ അതർ പേഴ്സൺസ് ഓർ ഫോഴ്സസ്. ഡെലൂഷൻ ദാറ്റ് തോട്ട്സ് ആർ ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ എ പേഴ്സൺസ് മൈൻഡ് ബൈ അതർ പേഴ്സൺസ് ഓർ ഫോഴ്സസ്. പുറത്തുനിന്ന് ആരോ മനസ്സിലേക്ക് ചിന്തകൾ കടത്തി വിടുന്നു. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ തോട്ട് ഏലിയനേഷൻ ഫിനോമിനയിൽ പെടുന്ന ഒരു സംഭവമാണിത്. അതിലേതായിരിക്കും ഓപ്ഷൻ എന്ന് നോക്കാം. എ തോട്ട് വിത്ഡ്രോവൽ, ബി തോട്ട് ഇൻസേർഷൻ, സി തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്, ഡി തോട്ട് കൺട്രോൾ. അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരാൾ അകത്തേക്ക് കടത്തി വിടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം തോട്ട് ഇൻസേർഷനാണ്. അടുത്തത് മോട്ടോർ അഫേസിയ ഈസ് അതർവൈസ് കോൾഡ്. മോട്ടോർ അഫേസിയയുടെ വേറൊരു പേരെന്താണ്? അപ്പം ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വെർണിക്കീസ് അഫേസിയ, ബ്രോക്കാസ് അഫേസിയ, ഗ്ലോബൽ അഫേസിയ, സ്റ്റട്ടറിങ്. അപ്പം നമുക്ക് നോക്കാം. വെർണിക്കീസ് അഫേസിയ എന്ന് പറഞ്ഞാൽ, വെർണിക്കീസ് അഫേസിയ എന്ന് പറഞ്ഞാൽ വെർണിക്കീസ് ഏരിയ സെൻസറി സ്പീച്ച് ഏരിയയാണ്. അപ്പോൾ വെർണിക്കീസ് അഫേസിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെൻസറി അഫേസിയ. അത് സമയം ബ്രോക്കാസ് അഫേസിയ എന്ന് പറഞ്ഞാൽ ബ്രോക്കാസ് മോട്ടോർ ഏരിയയാണ്. അപ്പം ബ്രോക്കാസ് അഫേസിയയാണ് മോട്ടോർ അഫേസിയ. ഗ്ലോബൽ അഫേസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഗ്ലോബൽ അഫേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ തന്നെ ബ്രോക്കാസും വെർണിക്കീസും, അതായത് മോട്ടോർ ആൻഡ് സെൻസറി ടുഗെദർ ഒരാളിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്ലോബൽ അഫേസിയ എന്ന് പറയും. അടുത്തത് സ്റ്റട്ടറിങ്. സ്റ്റട്ടറിങ് എന്താണ്? സ്റ്റട്ടറിങ് അതല്ലെങ്കിൽ സ്റ്റാമറിങ് രണ്ടും ഒന്നാണ്. അതായത് ഫ്രീക്വൻറ്റ് റെപ്പറ്റീഷൻ ഓർ പ്രൊലോങ്ങേഷൻ ഓഫ് സം സിലബിൾ, അല്ലെങ്കിൽ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു വാക്ക്, സിലബിൾ ഓർ വേർഡ് in the beginning or in between a speech causes interruption in the speech. അപ്പോൾ frequent prolongation or repetition of some syllable or word, അതിനെയാണ് നമ്മൾ സ്റ്റട്ടറിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ജയസൂര്യയുടെ സിനിമ കണ്ടിട്ടുണ്ടാവും, സു സുദീവാത്മീകം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ കാണിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ സ്റ്റട്ടറിങ് അല്ലെങ്കിൽ സ്റ്റാമറിങ്. രണ്ടും സിനോണിമസ് ആണ്. അടുത്തത് എ പേഴ്സൺസ് എക്സാജറേറ്റഡ് ഫീലിംഗ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ് റിലേറ്റഡ് ടു ഹിസ് പവർ ഓർ ഐഡൻറ്റിറ്റി, പവർ ആൻഡ് ഐഡൻറ്റിറ്റി ഈസ് കോൾഡ്. ഒരാളുടെ എക്സാജറേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ് റിഗാർഡിങ് ഹിസ് പവർ ഓർ ഐഡൻറ്റിറ്റി. നിങ്ങൾക്ക് ആലോചിച്ചാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഉത്തരമാണ്. അതിൻ്റെ ഉത്തരം ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി ആണ്. അതിൽ നിങ്ങൾക്ക് അറിയുന്ന ആദ്യത്തെ ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് some people are trying to kill him, trying to harm him, or trying to cheat him, or trying to harass him. ഏത് രീതിയിൽ പറഞ്ഞാലും അല്ലെങ്കിൽ പോയിസൺ ഹിം, എങ്ങനെ രീതിയിൽ ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, പറ്റിക്കാൻ ശ്രമിക്കുന്നു, എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, എങ്ങനെ പറഞ്ഞാലും അത് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനാണ്. ഡെലൂഷൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു പുറത്തു നിന്നൊരു ശക്തി എന്നെ നിയന്ത്രിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നതൊന്നും ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ ആരോ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ്. 61ാമത്തെ ചോദ്യം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് എ നോൺ ബെൻസോഡൈസിപ്പിൻ ആങ്സിയോലൈറ്റിക്സ്. അപ്പം നമുക്ക് നോക്കാം. ലൊറാസിപ്പാം, ലിബ്രിയം എന്ന് പറഞ്ഞാൽ ക്ലോർ ഡയാസിപ്പോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഡ്രഗാണ്. ദെൻ ബുസ്പിറോൺ ആൻഡ് മിഡാസോളും. അപ്പോൾ ഇതിൽ എ ലൊറാസിപ്പാമും ബി ലിബ്രിയം ആൻഡ് ഡി മിഡാസോളം ഇതെല്ലാം ബെൻസോഡൈസിപ്പിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗാണ്. അതിൽ പെടാത്തത് ബുസ്പിറോൺ ആണ്. ബുസ്പിറോൺ ഈസ് എ നോൺ ബെൻസോഡൈസിപ്പിൻ ആങ്സിയോലൈറ്റിക്സ്. ആങ്സിയോലൈറ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു നോൺ ബെൻസോഡൈസിപ്പിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗാണ് ബുസ്പിറോൺ. അടുത്തത് എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം ഇസ് എ സൈഡ് എഫക്റ്റ് ഓഫ് വിച്ച് സൈക്യാട്രിക് ഡ്രഗ്? ആൻറ്റിസൈക്കോട്ടിക്, ആൻറ്റിഡിപ്രസൻസ്, മൂഡ് സ്റ്റെബിലൈസേഴ്സ്, ആങ്സിയോലൈറ്റിക്സ്. സോ എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം എന്താണ്? എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം അതായത് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് സ്പൈനൽ ട്രാക്റ്റ്, പിരമിഡൽ ട്രാക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ പിരമിഡൽ ട്രാക്റ്റ് ഉണ്ട്. എക്സ്ട്രാ പിരമിഡൽ ട്രാക്ട്സ് ആർ മെയിൻലി അസോസിയേറ്റഡ് വിത്ത് അവർ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് ഓഫ് മരുന്ന് കൊടുക്കുമ്പോൾ ഡോപ്പമിൻ ബ്ലോക്കേഡ് ഉണ്ടാകുന്നു. ഈ ഡോപ്പമിൻ ബ്ലോക്കേഡ് സെലക്റ്റീവായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നോൺ സെലക്റ്റീവായിട്ട് ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ എക്സ്ട്രാ പിരമിഡൽ ട്രാക്റ്റിലുള്ള ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെയും ബ്ലോക്ക് ചെയ്യുന്നത് വഴി എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് റിസൾട്ട് ചെയ്യുന്നു.
അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രഗിനെയാണ് നമ്മൾ ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ തന്നെ 2 ടൈപ്പ് ആൻറ്റിസൈക്കോട്ടിക്സ് ഉണ്ട്. ട്രഡീഷണൽ ഓർ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ഉണ്ട്. അതുപോലെ തന്നെ അട്ടിപ്പിക്കൽ അല്ലെങ്കിൽ ന്യൂവർ ജനറേഷൻ ഓഫ് ആൻറ്റിസൈക്കോട്ടിക്സ് ഉണ്ട്. അതിൽ ഈ ന്യൂവർ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സിന് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് വളരെ കുറവാണ്. കാരണം അത് സെലക്റ്റീവ് ഡോപ്പമിൻ ബ്ലോക്കേഡാണ് അവിടെ നടക്കുന്നത്. ഇതിൽ മറ്റുള്ളത് ആൻറ്റി ഡിപ്രസൻസ്, മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആൻഡ് ആൻസിയോലൈറ്റിക്സ് ആർ ദ അതർ ഓപ്ഷൻസ്. സോ ഒരിക്കലും മറക്കരുത്, എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻറ്റിസൈക്കോട്ടിക്സ്. 63ാമത്തെ ചോദ്യം, അബ്നോർമൽ സ്റ്റീരിയോടൈപ്ഡ് മൂവ്മെൻറ്റ് ഓഫ് ബോഡി ആൻഡ് പ്രൊട്രൂഷൻ ഓഫ് ടങ് വിത്ത് ച്യൂയിങ് മോഷൻ. സോ ഒരു പ്രത്യേക രീതിയിലുള്ള ബോഡി മൂവ്മെൻറ്റും അതിൻ്റെ കൂടെ ടങ്ക് പുറത്തേക്കിടുക, അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു മൂവ്മെൻറ്റും കാണിക്കുക. അതിനെന്താണ് പറയുക? ഇറ്റ്സ് ആൻ എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ്. അപ്പം അതിൽ കൊടുത്തിരിക്കുന്നത് അക്യൂട്ട് ഡിസ്റ്റോണിയ, അക്കാത്തീസിയ, സ്യൂഡോ പാർക്കിൻസോണിസം, ടാർഡിയോ ഡിസ്കൈനീസിയ. ഇതെല്ലാം എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് ആണ്. ഇതിൽ ഉത്തരം എന്ന് പറഞ്ഞാൽ അത് ടാർഡിയോ ഡിസ്കൈനീസിയാണ്. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ച്യൂയിങ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ച്യൂ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ താടി അനങ്ങും, അല്ലെങ്കിൽ നമ്മളെ ജോ അനങ്ങും. അപ്പം ജോ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ താടിയു എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അപ്പം ടാർഡിയോ ഡിസ്കൈനീസിയ, താടി അനങ്ങും എന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങൾക്കത് ഓർക്കാൻ, ച്യൂയിങ് മൂവ്മെൻറ്റ് ഇതിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മറക്കാതെ ഓർത്ത് വയ്ക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അടുത്തത് 64ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് സൈഡ് എഫക്റ്റ് ഓഫ് ട്രൈസൈക്ലിക് ആൻറ്റിഡിപ്രസൻസ്. ട്രൈസൈക്ലിക് ആൻറ്റിഡിപ്രസൻസിൻ്റെ സൈഡ് എഫക്റ്റ് ഏതാണിതിൽ? അപ്പം ഈ ആൻറ്റിഡിപ്രസൻസിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോണോമിക് സൈഡ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഓട്ടോണോമിക് സൈഡ് എഫക്റ്റ് ആയിട്ട് ഒന്നേ വരുന്നുള്ളൂ, ദാറ്റ് ഈസ് ഡ്രൈ മൗത്ത്. പിന്നെ വരുന്നത് വെയിറ്റ് ഗെയിൻ ആണ്, പിന്നെ ടാക്കിക്കാർഡിയയാണ്, അതുപോലെ തന്നെ ഡയലേറ്റഡ് പ്യൂപ്പിൾസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഡ്രൈ മൗത്താണ്. അടുത്ത 65, ദ ഡ്രഗ് യൂസ്ഡ് ടു ട്രീറ്റ് ADHD. ADHD ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതായത് കുട്ടികളിലുണ്ടാവുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി ആൻഡ് ഇൻഅറ്റൻഷൻ. ഈ 3 ട്രയാഡ് ഓഫ് സിംറ്റംസ് ആണ്. ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി ആൻഡ് ഇൻഅറ്റൻഷൻ. ഇത് 3 ചേർന്നതാണ് ADHDയുടെ മേജർ ട്രയാഡ് ഓഫ് ADHD എന്ന് പറയുന്നത്. അപ്പം ഇതിനെ അവർ ഹൈപ്പർ ആക്റ്റീവാണ്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയാണ്, ഇവിടെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കണമെങ്കിൽ അവർക്ക് CNS ഡിപ്രസൻറ്റ് കൊടുക്കണം അല്ലേ? പക്ഷേ ഉത്തരം അതല്ല. ഉത്തരം CNS സ്റ്റിമുലൻ്റ് ആണ്. CNS സ്റ്റിമുലൻ്റ് മെഡിക്കേഷനാണ് നമ്മൾ ADHD കൊടുക്കുന്നത്. വിച്ച് ഈസ് ദ സ്റ്റിമുലൻ്റ് മെഡിക്കേഷൻ? മീഥൈൽ ഫെനിഡേറ്റ് എന്ന് പറഞ്ഞ ഡ്രഗാണ് നമ്മൾ ADHDക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആംഫെറ്റമിൻ ഗ്രൂപ്പ്സ് ഓഫ് ഡ്രഗ്സ് ആണ് നമ്മൾ ADHDക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് സംശയം വരും, എന്തിനാണ് സ്റ്റിമുലൻസ് വീണ്ടും കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ CNS സ്റ്റിമുലൻ്റ് എന്ന് പറഞ്ഞാൽ CNSൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഇൻഹിബിറ്ററി ന്യൂറോൺസിനെയാണ്. അപ്പോൾ ഇൻഹിബിറ്ററി ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഹിബിറ്ററി ഇമ്പൾസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റി അത് കുറയ്ക്കുന്നു. സോ വി ആർ സ്റ്റിമുലേറ്റിംഗ് ദ ഇൻഹിബിറ്ററി ന്യൂറോൺസ് ഓർ ഇൻഹിബിറ്ററി ഇമ്പൾസസ് സോ ദാറ്റ് ദ ഹൈപ്പർ ആക്ടിവിറ്റി ഈസ് റെഡ്യൂസ്ഡ്. അപ്പം ഇതെപ്പോഴും നമ്മൾ അറിയാതെ പെട്ടെന്ന് നമ്മൾ കറക്കി കുത്തുമ്പോൾ CNS ഡിപ്രസൻ്റ് എന്ന് എഴുതി വയ്ക്കും. അതിൻ്റെ ഉത്തരം CNS സ്റ്റിമുലൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ലൂണസി ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കാണാതെ പഠിച്ചേ തീരൂ. ഇറ്റ് ഈസ് 1912. ഇന്ത്യൻ ലൂണസി ആക്ട് ഈസ് 1912. അടുത്തത്, റിവൈസ്ഡ് നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ഇയർ ഏതാണ്? റിവൈസ്ഡ് നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. അപ്പം നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം നമ്മൾക്ക് അറിയാം, അതിൻ്റെ റിവൈസ്ഡ് ആയിട്ടുള്ള രൂപം എന്നാണ് വന്നതെന്നുള്ളതാണ്. അപ്പം അത് റീസെൻ്റ് ആയിട്ടാണ്, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡേറ്റ് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ദാറ്റ് ഈസ് 2003. നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം നാഷണൽ മെൻ്റൽ ഹെൽത്ത് ആക്ട് കെയിം ഇൻ ടു പ്രാക്ടീസ്. നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ആക്ട് എന്നാണ് പ്രാക്ടീസിലേക്ക് വന്നത്. നാഷണൽ മെൻ്റൽ ഹെൽത്ത് ആക്ട് കെയിം ഇൻ ടു പ്രാക്ടീസ് ഇൻ വിച്ച് ഇയർ? അത് 1987 നാഷണൽ മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രാക്ടീസിലേക്ക് വന്നത്, 1987. അടുത്ത ചോദ്യം, ഫിയർ ഓഫ് ഹൈ പ്ലേസസ്. നമുക്ക് ഫിയർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഫോബിയ അല്ലേ? ഫോബിയ, ഇറാഷണൽ ഫിയറിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. സോ ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് ഫോബിയ. സിമ്പിൾ ഫോബിയ, സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നതാണിത്. അതുപോലെ തന്നെ അതുകൂടാതെ നമ്മൾക്ക് അഗോറാഫോബിയ, അതായത് ഫിയർ ഓഫ് ഓപ്പൺ സ്പേസസ്, അതുപോലെ തന്നെ സോഷ്യൽ ഫോബിയ,
അതായത് സോഷ്യൽ സിറ്റുവേഷൻസ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫോബിയയാണ് സ്പെസിഫിക് അല്ലെങ്കിൽ സിമ്പിൾ ഫോബിയ. ആ സിമ്പിൾ അല്ലെങ്കിൽ സ്പെസിഫിക് ഫോബിയയുടെ കീഴിൽ ഒരുപാട് വാക്കുകൾ അങ്ങനെ വരാറുണ്ട്, പല പല ഫോബിയാസ്. അതിൽ ചിലതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്, അപ്പോൾ നന്നായിട്ട് അത് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിയർ ഓഫ് ഹൈ പ്ലേസസ് ആണ്. ഹൈറ്റ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അക്രോബാറ്റിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അക്രോബാറ്റിക്സ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ഹൈറ്റ്. അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ സുഖമാണ് അക്രോഫോബിയ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അക്രോഫോബിയ ഈസ് ദ ആൻസർ. എന്തുകൊണ്ട് നമുക്കിത് കൺഫ്യൂഷൻ വരാം, അഗോറാഫോബിയയും അക്രോഫോബിയയും തമ്മിൽ കൺഫ്യൂഷൻ വരാം. അപ്പോൾ അക്രോ എന്ന് പറഞ്ഞാൽ ഒരു അറ്റം അല്ലെങ്കിൽ എഡ്ജ് അല്ലെങ്കിൽ ഹൈറ്റ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ ഇത് ഓർത്ത് വയ്ക്കാം. അപ്പം ഇതല്ല മറ്റേതെന്ന് അഗോറാഫോബിയ ഫിയർ ഓഫ് ഓപ്പൺ അല്ലെങ്കിൽ സ്പേസസ് ഫ്രം വെയർ എസ്കേപ്പ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ്. ഇതിലെ ആദ്യത്തെ ഓപ്ഷൻ എ ക്ലോസ്ട്രോഫോബിയ. എന്താണ് ക്ലോസ്ട്രോഫോബിയ? ക്ലോസ്ട്രോ എന്നുള്ള സ്പെല്ലിങ് നിങ്ങൾ CLAUSTRO ആണ്, പക്ഷേ പറയുമ്പോൾ ക്ലോസ്ട്രോ. അപ്പോൾ ക്ലോസ്ഡ് സ്പേസസ്, നമുക്കൊരു ക്ലോസ്ഡ് സ്പേസസിൽ നിന്നും പുറത്തേക്ക് കിടക്കാനുള്ള ഇതില്ലാത്തൊരു സ്പേസിൽ എത്തുന്നതിന് പേടി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഫിയർ ഓഫ് ക്ലോസ്ഡ് പ്ലേസസ് അല്ലെങ്കിൽ ക്ലോസ്ട്രോഫോബിയ. എഗോറാഫോബിയ ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ സെനോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സെനോഗ്രാഫ്റ്റ് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ ദാറ്റ് ഈസ് സ്ട്രേഞ്ച്, സം സ്ട്രേഞ്ചർ, സെനോ. അപ്പോൾ സെനോഫോബിയ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. അടുത്തത് 70ാമത്തെ ചോദ്യം. സ്പീച്ച് ഡിസ്റ്റർബൻസ് ഇൻ വിച്ച് ക്ലയൻറ്റ് റിപ്പീറ്റ് ഫ്രേസസ് ദാറ്റ് അതേഴ്സ് ഹാവ് ജസ്റ്റ് സെഡ്. അതായത് ഇറ്റ്സ് എ സൈക്കോപതോളജിക്കൽ റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ് ഓഫ് വൺ പേഴ്സൺ ബൈ അനദർ. അതാണ് ചോദ്യം. ഏതാണ് അതിൻ്റെ ഉത്തരം എന്ന് വ്യക്തമായിട്ട് നിൽക്കാനാണ്. കോമൺ ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ള ചോദ്യം ഉത്തരമാണ്. ദാറ്റ് ഈസ് എക്കോലാലിയ. എക്കോലാലിയ അതായത് ഒരാളുടെ വാക്ക് അതുപോലെ തന്നെ പേഷ്യൻ്റ് വീണ്ടും ഉച്ചരിക്കുകയാണെങ്കിൽ നമുക്കതിനെ എക്കോലാലിയ എന്ന് പറയാം. അടുത്തത് എന്താണ്? അതിൻ്റെ ഓപ്ഷൻസ് എ എന്ന് പറഞ്ഞാൽ ഓട്ടിസം. എന്താണ് ഓട്ടിസം? ഓട്ടിസം എന്ന വാക്കിൻ്റെ അർത്ഥം വിഡ്രോൺ ടു വൺ സെൽഫ് എന്നുള്ളതാണ്. So autism is a childhood disorder also. So in that also the person will have problem with reciprocal social and interpersonal interaction. കുട്ടിക്ക് മറ്റുള്ളവരോട് ഇടപഴകുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെയാണ്, സോഷ്യൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. കുട്ടി സെൽഫ് സെൻറ്റേഡ് ആയിരിക്കും, അതിനെയാണ് നമ്മൾ ഓട്ടിസം എന്ന് പറയുന്നത്. അടുത്ത വാക്ക് നിയോലോജിസം. നിങ്ങൾക്കറിയാം നിയോലോജിസം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ എക്കോപ്രാക്സിയ എന്താണ്? എക്കോലാലിയയുടെ കൂടെ തന്നെ വരുന്ന എക്കോപ്രാക്സിയ. ഇവിടെ നമ്മൾ ഇമിറ്റേഷൻ അല്ലെങ്കിൽ സൈക്കോപതോളജിക്കൽ ഇമിറ്റേഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് വൺ പേഴ്സൺ ബൈ അനദർ ഓർ മൂവ്മെൻറ്റ് ഓഫ് പേഴ്സൺ ബൈ ദ പേഷ്യൻറ്റ്. അതാണ് നമ്മൾ എക്കോപ്രാക്സിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 71ാമത്തെ ചോദ്യം. സബ്ജക്റ്റീവ് ഫീലിംഗ് ഓഫ് മോട്ടോർ റെസ്റ്റ്ലെസ്നെസ് മാനിഫെസ്റ്റഡ് ബൈ compelling need to be in constant motion. So it's a subjective feeling of motor restlessness manifested by compelling need to be in constant motion. അതായത് മോട്ടോർ റെസ്റ്റ്ലെസ്നെസ് എന്നുള്ള ഒറ്റ വാക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൻ്റെ ഒരു സംശയം കൂടാതെ അതിൻ്റെ ഉത്തരം നമ്മൾ പറയണം. ദാറ്റ് ഈസ് അക്കാത്തീസിയ. ഇറ്റ് ഈസ് മോട്ടോർ റെസ്റ്റ്ലെസ്നെസ്. അക്കാത്തീസിയ എന്ന് പറഞ്ഞാൽ മോട്ടോർ റെസ്റ്റ്ലെസ്നെസ്. ഇവിടെ വാക്കുണ്ട് സബ്ജക്റ്റീവ് ഫീലിംഗ് ഓഫ് മോട്ടോർ റെസ്റ്റ്ലെസ്നെസ്. ഒരു പേഷ്യൻറ്റിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല, അവരങ്ങനെ കൈയും കാലും എല്ലായിടും അങ്ങനെ മോട്ടോർ മൂവ്മെൻറ്റ്സ് എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. അവർക്ക് ആ സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്കാണ് ഇനബിലിറ്റി ടു സിറ്റ് ഓർ സ്റ്റാൻഡ് സ്റ്റിൽ. അതിനെയാണ് നമ്മൾ മോട്ടോർ റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്. ദ ആൻസർ ഈസ് അക്കാത്തീസിയ. സോ അക്യൂട്ട് ഡിസ്റ്റോണിയ എന്നാണ്? അക്യൂട്ട് ഡിസ്റ്റോണിയ ഇറ്റ്സ് എ പെയിൻഫുൾ ഒരു മസിൽ സ്പാസം, നെക്ക് മസിൽ സ്പാസം ആയിട്ടാണ് പൊതുവേ കാണാറുള്ളത്. അതിന് നമ്മൾ ടോർട്ടിക്കോളിസ് എന്ന് പറയും. ഒരു സൈഡിലേക്ക് സ്റ്റേണോക്ലീഡോമാസ്റ്റോയിഡ് മസിൽ സ്പാസം വന്ന് പേഷ്യൻ്റ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കഴുത്ത് കൂടിയിരിക്കും. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അക്യൂട്ട് ഡിസ്റ്റോണിയ. ദെൻ സ്റ്റീരിയോ ടൈപ്പി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, പർപ്പസ്ലെസ് ആൻഡ് റിപ്പറ്റേറ്റീവ് വോളണ്ടറി ബിഹേവിയർ. ദെൻ അക്കൈനീസിയ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് മൂവ്മെൻറ്റ്. 72ാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റ് വിത്ത് മ്യൂട്ടിസം, നെഗറ്റിവിസം ആൻഡ് റിജിഡ് പോസ്റ്ററിങ്. അപ്പം മ്യൂട്ടിസം, നെഗറ്റിവിസം ആൻഡ് റിജിഡ് പോസ്റ്ററിങ് ഉള്ള ഒരവസ്ഥ എന്താണെന്നുള്ളതാണ്. ഡെലീരിയം, ഡിമെൻഷ്യ, കാറ്റട്ടോണിക് സ്റ്റൂപ്പർ, ഡെലൂഷൻ. അപ്പം ഡെലീരിയം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ഡെലീരിയം? നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം ഓർഗാനിക് ബ്രെയിൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് തീരുന്ന സെഷൻസാണ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടും പോലെ എല്ലാ വീഡിയോ ഒന്ന് പോയി കാണുക. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ബേസ് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
അപ്പം ഡെലീരിയം എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോമാണ്. അക്യൂട്ട് ആയിട്ടുണ്ടാകുന്ന ഒരു ഓർഗാനിക് മെൻ്റൽ ഡിസോർഡറാണ്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ക്രോണിക് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോമാണ്. അതുപോലെ തന്നെ ഡെലൂഷൻ എന്ന് നമുക്ക് അറിയാം, ഫോൾസ് ഫിക്സഡ് ബിലീഫ്. സോ ഇത് മൂന്നിലും നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ കാറ്റട്ടോണിക് സ്റ്റൂപ്പറാണ്. ഈ കാറ്റട്ടോണിക് സ്റ്റൂപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ കാറ്റട്ടോണിക് സ്കീസോഫ്രീനിയ എന്ന ടൈപ്പ് ഓഫ് സ്കീസോഫ്രീനിയയിൽ കണ്ടുവരുന്ന ഒരവസ്ഥയാണ്. അതിൽ ഒരുപാട് കാറ്റട്ടോണിക് സിംറ്റംസ് ഉണ്ട്. മ്യൂട്ടിസം, റിജിഡിറ്റി, നെഗറ്റിവിസം, പോസ്റ്ററിങ്, വാക്സി ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാറ്റട്ടോണിക് സ്റ്റൂപ്പർ. ഇത് കാറ്റട്ടോണിക് സ്കീസോഫ്രീനിയയുടെ ഒരു ലക്ഷണമാണ്. അടുത്ത 73ാമത്തെ ചോദ്യം, ഇൻവോളണ്ടറി യൂസ് ഓഫ് വൾഗർ ഓർ ഒബ്സീൻ ലാംഗ്വേജ്, അതായത് അസഭ്യമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു ഇൻവോളണ്ടറി ആയിട്ട് ഒരു കമ്പൽഷൻ ടു ടോക്ക് ഓർ കമ്പൽസീവ് അട്ടറൻസ് ഓഫ് ഒബ്സീൻ വേർഡ്സ് എന്ന് ചോദിച്ചാൽ എന്താണ്? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ കോപ്രോലാലിയ, കോപ്രോഫാജിയ, പാലിലാലിയ, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഇതിൽ നമുക്കറിയാം കോപ്രോ എന്ന വാക്കിൻ്റെ അർത്ഥം മീനിങ് ഫീസസ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് അത്രയും വൾഗറായിട്ടുള്ള എന്നുള്ളത് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്കോടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കോപ്രോലാലിയ, ലാലിയ ഈസ് സംതിങ് റിലേറ്റഡ് സ്പീച്ച് എന്നാണ്. കോപ്രോലാലിയയാണ് ഇതിൻ്റെ ഉത്തരം. കോപ്രോഫാജിയ എന്ന് പറഞ്ഞാൽ ഫീസ് സീറ്റിംഗ് എന്നുള്ള അർത്ഥമാണ്. പാലിലാലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ പാലിലാലിയ എന്ന് പറയുന്നത്. അടുത്തത്, ഇല്യൂഷൻ ഓഫ് വിഷ്വൽ റെക്കഗ്നിഷൻ ഇൻ വിച്ച് എ ന്യൂ സിറ്റുവേഷൻ ഈസ് ഇൻകറക്ട്ലി റിഗാർഡഡ് ആസ് എ റെപ്പറ്റീഷൻ ഓഫ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഈസ്. അതായത് നമ്മൾ ചില സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ചില എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകളെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഇവരെ നമ്മൾ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥലത്തിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് കടന്നു പോകുമെങ്കിൽ ഞാൻ മുമ്പ് ഇവിടെ പോയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരാം. അതിനെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. സോ ഇത് ഇല്യൂഷൻ ഓഫ് വിഷ്വൽ റെക്കഗ്നിഷൻ. നമ്മൾക്ക് ഒരു ഇല്യൂഷൻ ഉണ്ടാവുകയാണ്, ഞാനിത് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതിനെ എന്താണ് പറയുക? എ ഡിജാവു, ബി കൺഫാബുലേഷൻ, സി ഇൻകൊഹറൻസ്, ഡി ബോത്ത് എ ആൻഡ് സി. അപ്പം ഇതിൻ്റെ ഉത്തരം ഡിജാവു ആണ്, ഡിജാവു. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറെ ഒന്നുണ്ട്, ജമൈസ്വു. അതായത് കണ്ട കാര്യങ്ങൾ കണ്ടില്ല എന്ന് തോന്നുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ജമൈസ്വു. ഇത് കാണാത്ത കാര്യങ്ങൾ നമുക്ക് കണ്ടു എന്ന് തോന്നുന്നതാണെങ്കിൽ ഡിജാവു. കണ്ട കാര്യങ്ങൾ കണ്ടില്ല എന്ന് തോന്നുന്ന, അതായത് ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുണ്ടായ പ്രശ്നം നമുക്കറിയാം. ദുഷ്യന്തന് കണ്ടില്ല അല്ലെങ്കിൽ ശകുന്തളയെ ഓർമ്മയില്ലാതെ പോകുന്നു, അതിനെ നമുക്ക് ജമൈസ്വു ആയിട്ട് പറയാം. അതുപോലെ തന്നെ അടുത്തത് കൺഫാബുലേഷൻ. കൺഫാബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫില്ലിംഗ് അപ്പ് ഓഫ് ഗ്യാപ്സ് ഇൻ മെമ്മറി ബൈ ഫോൾസ് ഓർ അൺട്രൂ എക്സ്പീരിയൻസസ്. അതിനെയാണ് നമ്മൾ കൺഫാബുലേഷൻ എന്ന് പറയുന്നത്. ഇൻകൊഹറൻസ് പറഞ്ഞാൽ ലാക്ക് ഓഫ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഓർ പ്രൊഡ്യൂസ് എ അണ്ടർസ്റ്റാൻഡബിൾ സ്പീച്ച് ഓർ ലാംഗ്വേജ് സംതിങ്. Then these are all the options. And last question, the delusional belief that someone is talking about him is known as. നമ്മളെപ്പറ്റിയാണ് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇതിനെപ്പോലത്തെ ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഡെലൂഷണൽ ബിലീഫ് ദാറ്റ് സംവൺ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിം, എന്നെപ്പറ്റിയാണ് മറ്റുള്ളവർ സംസാരിക്കുന്നതെന്ന് രോഗി പറയുകയാണെങ്കിൽ അതെന്താണ്? അതിൻ്റെ ഉത്തരം നമുക്ക് അറിയാം, കൂടുതൽ പറയേണ്ട കാര്യമേ ഇല്ല. ദാറ്റ് ഈസ് ഡെലൂഷൻ ഓഫ് റെഫറൻസ്. പെർസിക്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, റെഫറൻസ് എന്താണെന്ന് പറഞ്ഞു, ഗ്രാൻഡിയോസ് എന്താണെന്ന് പറഞ്ഞു, ഇൻഫിഡലിറ്റി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് കാണുക. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കമൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യാവുന്നതാണ്. സോ wish you a good luck, a good study time. Thank you.